ഹലോ ഹായ് വെൽക്കം ബാക്ക് സിനിമേഷന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴ 2 സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയെ കുറിച്ച് പറയാൻ ഒറ്റ വാക്കില്ല. കിടിലൻ സിനിമയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ സിനിമ വേണമെങ്കിൽ പറയാം. സിനിമ സംവിധാനം ചെയ്തിരുന്നത് സാവിൻ എസ് എ ആണ് ഡയറക്ടർ. പിന്നെ രചിക്കുന്നത് വിപിൻ ദാസ് ആണ്. സ്റ്റാറിങ് അതായത് പ്രധാന വേഷത്തിലെത്തുന്നത് ഹാഷ്യരുണ്ട്, പിന്നെ അല്ലന്, പിന്നെ അജീന്, വിനായകൻ. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അതായത് മൊത്തത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമയാണിത്. പിന്നെ അതല്ലാതെ അൽഫോൻസ് പുത്രനുണ്ട്, പിന്നെ വിജയ് ബാബു, അജു വർഗീസ്, ബിജു കുട്ടൻ, പിന്നെ വാഴ ഒന്നിലുണ്ടായിരുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് വന്നുകൊണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും കുറച്ച് ക്യാരക്ടറിനെ ഹീറ്റുകളായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കിടിലൻ സിനിമയാണ്. അതായത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ചിരിപ്പിച്ചിട്ട് ഊപ്പാട് പോകും. അത്രക്കും കിടിലനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രക്കും നന്നായിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഹ്യൂമർസ് ഒക്കെ ഉള്ള സിനിമ. അതായത് കോമഡി സീൻസ് ഒക്കെ നെക്സ്റ്റ് ലെവലായിട്ടുണ്ട്. ആ ഇട്ടിരിക്കുന്ന ആ ഒരു പോകുന്ന രീതിയൊക്കെ ആയാലും ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. അതായത് ഒരു കോമഡി എമോഷണൽ റോളർ കോസ്റ്റർ വേണമെന്ന് പറയാം ഈ സിനിമ. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ചിരിക്കാനും പിന്നെ എമോഷണൽ ആയിട്ട് ഒരുപാട് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമ. അതായത് ചില ചില സീൻസ് ഒക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ സീൻസ് ഒക്കെ ഓർമ്മ വരും. അതായത് മുമ്പ് നമ്മളെ വിട്ടുപോയവരായാലും പിന്നെ ചില കാരണം കൊണ്ട് സംസാരിക്കാതിരുന്നവരായാലും അതൊക്കെ ഓർമ്മ കാണിക്കുന്ന ഒരു സിനിമയാണ് ഇത് വാഴ 2. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ആ രീതിയിൽ ഫീൽ ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെ ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നിനും കുറവ് വരുത്താണ്ട് നന്നായി 100% ഇട്ടിട്ട് ചെയ്ത ക്യാരക്ടേഴ്സ് പോലെയാണ് തോന്നുന്നത്. ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. സിനിമയിലുണ്ടായിരുന്ന മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ആയാലും എല്ലാം കിടിലനായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പിന്നെ പിന്നെ പറയണത് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ചിരിക്കാനൊക്കെ കോമഡി ഒക്കെ ഉള്ള കിടിലൻ ഫസ്റ്റ് ഹാഫാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ അത്യാവശ്യം ചിരിക്കാനും പിന്നെ ഒരുപാട് ഇമോഷണൽ രീതിയിലൊക്കെ പോയിട്ട് പിന്നെ ക്ലൈമാക്സ് ഒരുപാട് ഒരു കിടിലൻ സീനായിട്ട് പോകുന്ന ഒരു സിനിമയാണ് വാഴ 2. അടിപൊളി സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് സിനിമ നന്നായിട്ട് വർക്കായി. പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട്. ടൈമിലുള്ള മ്യൂസിക് സ്പോർട്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അതായത് സിബ്ലിങ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ സിനിമ നന്നായിട്ട് വർക്കാവും. ഇല്ലാത്തവർക്കും വർക്കാവുന്നൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ രീതിയിലുള്ള ഈ സിനിമയാണ് ഇത്. എന്താ പറയാ, അടിപൊളി സിനിമയാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതായത് ഫ്രം ദി ബിഗിനിങ് ടു ടിൽ ദി എൻഡ് എനിക്ക് നന്നായിട്ട് വർക്കായ ഒരു സിനിമയാണ് വാഴ 2. എല്ലാവരുടെ പെർഫോമൻസ് ആയാലും അടിപൊളിയായിട്ട് കിടിലൻ സിനിമയാണ്. അതായത് എനിക്ക് ആദ്യം ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതായത് ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഈ റീൽസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഡയറക്റ്റ് ബിഗ് സ്ക്രീനിലേക്ക് വന്നതാണ്. അത് ഒരുപാട് ബിഗ് അച്ചീവ്മെന്റ് ആണ്. അതായത് ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ലക്കിയാണ് ഇവർ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്നാൽ ബിഗ് സ്ക്രീനിലേക്ക് എത്തി. അതൊരു ബിഗ് ഷോട്ടാണ്. എന്നെ കൊണ്ടാണ് കൂടുതൽ പോയിട്ട് സിനിമ കണ്ടത്. അവരുടെ കണ്ടന്റ് ഒക്കെ അടിപൊളിയാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന കണ്ടന്റ്സ് ഒക്കെ ആയാലും ഇതൊക്കെ നന്നായിട്ടുണ്ട്. അതായതുകൊണ്ട് ഒരു എന്താ പറയാ, ഹാപ്പി അടിപൊളി സിനിമ. ഒരു രക്ഷയില്ല. ഒരു കിടിലൻ രീതിയിൽ പോകുന്ന ഒരു എമോഷണൽ രീതിയിലായിട്ട് പോകുന്ന ഒരു കിടിലൻ സിനിമയാണ് വാഴ 2. പിന്നെ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടോളി. ഒരു രക്ഷയില്ല. കിടിലൻ സിനിമ. അത് ഒരു കേൾക്കാം.